ഹലോ ഗൈസ്, വെൽക്കം ടു ഗിയർ ആൻഡ് സ്റ്റിയർ വിത്ത് മഹേശ്വർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാർ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോണ്ട അമേസ് 2025 ആണ്. അപ്പം ഇതിന് ചില എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ ഇവിടെ അത്യാവശ്യം വലിയൊരു എയർ ഡാം യൂണിറ്റ് കാണാം. ഇവിടെ നമ്മൾ വളരെ ക്ലോസപ്പ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ക്ലോസ്ഡ് ആണ്. ഈ ഒരു ഭാഗം ഇവിടെ മാത്രമാണ് ഓപ്പൺ. ഈ ഒരു ഹാഫ് പോർഷൻ ക്ലോസ്ഡ് ആണ്. പിന്നെ നമ്മുടെ ഇതിന്റെ നെക്സ്റ്റ് വേരിയന്റ്, ഇത് മിഡ് വേരിയന്റ് ആണ്. നെക്സ്റ്റ് വേരിയന്റിൽ വരുന്നത് ഇത്രയും ഈ ഒരു ഇതൊക്കെ ഗ്ലോസി ഇതായിരിക്കും. ഇപ്പൊ ഇത് മാറ്റ് ആണ്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതൊക്കെ അവർ തന്നെ വെച്ച് തരുന്ന ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ക്രോം എലമെന്റ്സ് ഒക്കെ. ഇതൊന്നും അതിൽ ഉൾപ്പെടുന്നില്ല. ഇത് മാത്രമാണ് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ അതേപോലെ ചെറിയൊരു എയർ ഡാം യൂണിറ്റ് ചെറുത് ഇവിടെയും കാണാൻ പറ്റും. പിന്നെ ബമ്പറൊക്കെ എല്ലാ വണ്ടിയിലും പോലെ തന്നെ ഫൈബർ മെറ്റീരിയലാണ്. പിന്നെ നമ്മൾ ഇതിന്റെ ഹെഡ്ലൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ അമേസ് നമ്മുടെ എലവേറ്റിന്റെ ഒക്കെ ഒരു ലൈറ്റിന്റെ ചെറിയൊരു ആ ഒരു ഷേപ്പിലാണ് വന്നേക്കുന്നത്. ബട്ട് അകത്ത് ഈ രണ്ട് ലാംപ്സ് ഇങ്ങനെയല്ല എലവേറ്റിന്. ഏതാണ്ടൊക്കെ എലവേറ്റിന്റെ ഒരു ഫ്രണ്ട് സൈഡ് പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. എലവേറ്റിന് വരുന്ന ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രില്ല് കുറച്ചും കൂടി വലുതാണ്, കുറച്ച് ഹൈറ്റ് ഉണ്ട്. ഈ ഒരു ലൈറ്റിന്റെ അകത്തെ ലാമ്പ് ഡിഫറെന്റ് ആണ്. അതാണ് ഫ്രണ്ട് പ്രൊഫൈലും എലവേറ്റിന്റെയും അമേസിന്റെയും വ്യത്യാസം വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഫോഗ് ലാമ്പ് നോക്കുവാണെങ്കിൽ ഇതിന്റെ ചുറ്റിനും ഒരു ഫൈബർ പാർട്ട് വരുന്നുണ്ട്. പിന്നെ ഇതും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്പനിയിൽ നിന്ന് വരുന്ന ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണത്. ഇതിപ്പോ നമ്മുടെ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ വരാതിരിക്കാനുള്ള ഒരു സംഭവമാണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ നമുക്കിപ്പോ ഇത് മിഡ് വേരിയന്റ് ആയതുകൊണ്ട് ഇവിടെ നമ്മളെ നെക്സ്റ്റ് വേരിയന്റ്, അതായത് ഹൈ വേരിയന്റിൽ ഇവിടെ അഡാസിന്റെ സെൻസർ വരുന്നുണ്ട്. ഹൈ വേരിയന്റിൽ അഡാസ് ഉണ്ട്, പക്ഷെ മിഡ് വേരിയന്റിൽ അഡാസ് വരുന്നില്ല. അവിടെ ചുമ്മാ എംറ്റി ആയിട്ട് കിടക്കുവാണ്. പിന്നെ നമ്മൾ ഇവിടെ ഇതിന്റെ ലോഗോ നോക്കുവാണെങ്കിലും ഈ ഒരു ലോഗോന്റെ അകത്തേക്ക് ഒരു ഹോൾ ഉണ്ട്. എയർഡാമിന്റെ കറക്റ്റ് സെന്ററിലാണ് ഇത് വരുന്നത്. ഇവിടെ ഒരു ഹോൾ ഉണ്ട്, പക്ഷെ ആ ഹോളും ക്ലോസ്ഡ് ആണ്. എല്ലാ സൈഡിലും ക്ലോസ്ഡ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ സൈഡ് പ്രൊഫൈലോട്ട് വരാം. സൈഡ് പ്രൊഫൈലിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ വീൽ ബേസ് നോക്കുവാണെങ്കിൽ 2470 മീറ്റർ ആണ് നമ്മുടെ വീൽ ബേസ് വരുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു വീൽ ബേസ് ആണ് വരുന്നത്. ഹയർ വേരിയന്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു അലോയ് വീലിന്റെ ബ്ലാക്ക് ആൻഡ് സിൽവർ വന്നിരുന്നേനെ. ബട്ട് ഈ ഡിസൈൻ അല്ല, ഒരു സ്റ്റാർ, ഒരു ഫ്ലവർ പോലത്തെ ഒരു ഡിസൈനിൽ നമുക്കിതൊരു ബ്ലാക്കും സിൽവറും കളറിലായിരുന്നു വന്നിരുന്നത്. ബട്ട് ഇപ്പൊ നമ്മൾ ഇതിന്റെ മിഡ് വേരിയന്റ് എടുത്തോണ്ട് ഇങ്ങനെ ഒരു സിൽവർ കളറിലാണ് നമ്മുടെ അലോയ് വീല് വരുന്നത്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിലും കമ്പനിയിൽ നിന്ന് വരുന്ന എക്സ്ട്രാ ഫിറ്റിങ്സ് ഇവിടെയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതും അതിന്റെ കൂടെ വരുന്ന എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. പിന്നെ ഇവിടെയും അതിന്റെ കൂടെ വരുന്ന എക്സ്ട്രാ ഫിറ്റിംഗ് തന്നെയാണ്. ഇവിടെ 3 എക്സ്ട്രാ ഫിറ്റിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മളിവിടെ ഇതിന്റെ മിറേഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് കൺട്രോളിങ് മിറേഴ്സ് ആണ്. ഇവിടെ ആയിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് ഈ സൈഡിലോട്ട് കാണാനായിട്ട് ഒരു ക്യാമറയും വരുന്നുണ്ട്. ഇതിന്റെ ടയർ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 185 60R15 ആണ് ഇതിന്റെ ടയർ സൈസ് വരുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ ബാക്ക് പ്രൊഫൈലോട്ട് വരുവാണെങ്കിൽ ഇവിടെ VTEC എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നോക്കി ഇവിടെ കാണാം. ഇവിടെ അമേസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങും ഉണ്ട്. ബാക്കിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഹോണ്ട സിറ്റിയുടെ ഒരു ലൈറ്റിന്റെ ഷേപ്പാണ് ഇവിടെ വരുന്നത്. ബട്ട് ഇവിടത്തെ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് അമേസ് ആണെന്ന് മനസ്സിലാവും. ബിക്കോസ് ഇവിടെ 3 ലൈൻസ് ആണ് വരുന്നത്. ബട്ട് ഹോണ്ട സിറ്റിയിൽ വേറൊരു രീതിയിൽ ഇവിടെ നിന്നൊരു കട്ടൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൂരത്തുനിന്ന് കാണുമ്പോൾ ഈ ലൈറ്റ് വെച്ച് നമുക്ക് അമേസ് ആണെന്ന് മനസ്സിലാവും. അങ്ങനത്തെ ഒരു രീതിയിലാണ് ബാക്ക് ലൈറ്റ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് എക്സ്ട്രാ ഫിറ്റിംഗ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നോക്കിയാലും ഇവിടെ ഒരു ക്രോം എലമെന്റ് ഉണ്ട്. ഇതും എക്സ്ട്രാ ഫിറ്റിംഗ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ബൂട്ട് സ്പേസ് നോക്കാം. 416 ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. നമുക്ക് വലിയ വലിയ ട്രോളി ബാഗ് ആണെങ്കിലും സിമ്പിൾ ആയിട്ട് ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പൊക്കിയ ഇവിടെ നോക്കി ഇതിന്റെ സ്പെയർ വീല് കാണാം. സ്റ്റീൽ കട്ട് അലോയ് വീലാണ് ഇതിന് വരുന്നത്. കൂടാതെ വീൽ റിപ്പയറിങ്ങിനുള്ള ഓരോ ടൂൾസും അവിടെ കിടപ്പുണ്ട്. പിന്നെ പഴയ അതായത് കഴിഞ്ഞ വേരിയന്റ് 2018 അമേസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നതാണ് ഇവിടെ ഒരു കവറിങ്. പഴയ 2018 അമേസ് ഇവിടെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇത് ഫുൾ ഓപ്പൺ ആയിരുന്നു, അകത്തെ വയേഴ്സ് വരെ കാണായിരുന്നു. ബട്ട് ഇപ്പൊ അവര് ചെയ്തിരിക്കുന്ന ഒരു നല്ല കാര്യം ഇത് ക്ലോസ് ചെയ്ത് നല്ല നീറ്റ് ആക്കിയിട്ടുണ്ടെന്നാണ്. പിന്നെ എന്റെ ബാക്ക് ഗ്ലാസ്സിൽ നമുക്ക് ഡീഫോഗർ കാണാം. ഇവിടെ ആയിട്ട് ബ്രേക്ക് ലൈറ്റിന്റെ ഒരു പാർട്ട് വരുന്നുണ്ട്. പിന്നെ അവിടെ ആയിട്ട് നമുക്ക് ഇതിന്റെ ഷാർക്ക് ആന്റിന കാണാം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ബാക്ക് പ്രൊഫൈലിൽ നിന്ന് വരുന്നത്. നമുക്ക് ഇതിന്റെ ഇന്റീരിയർ നോക്കാം. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ഇന്റീരിയർ ആണ് ഇതിന് വരുന്നത്. ഇവിടെയൊക്കെ ഒരു വൈറ്റ് എലമെന്റ്സ് ആണ്. കേറുമ്പോ തന്നെ ഒരു വെൽക്കം അനിമേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ ഇവിടെയായിട്ട് ഇതിന്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ അല്ല വരുന്നത്, അനലോഗ് ആണ്. ഇവിടെ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൽ നമുക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും കിട്ടും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഈ മീറ്റർ ഓൺ ചെയ്ത് കാണിക്കാമായിരുന്നു. പക്ഷെ എനിക്ക് 18 വയസ്സാവാത്തത് കൊണ്ടും എന്റെ അച്ഛന്റെ ലൈസൻസ് അച്ഛന്റെ പോക്കറ്റിൽ തന്നെ ഭദ്രമായിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും ഞാനത് ചെയ്യുന്നില്ല. ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കാണാം. ഇത് 8 ഇഞ്ചാണ് വരുന്നത്. ഇവിടെ ആയിട്ട് നമ്മുടെ AC വെന്റ്സ്, കൂടാതെ ഇവിടെ AC കൺട്രോൾ സിസ്റ്റം. ഇത് ഒരു പ്രത്യേക യുണീക്നെസ് ഉള്ളൊരു AC കൺട്രോൾ സിസ്റ്റം ആണ്. ഇവിടെ ആയിട്ട് ഇതിന്റെ ഗിയർ ലിവർ കാണാം. ഇതിപ്പോ ഒരു CVT ഗിയർ ബോക്സ് ആണ്. അപ്പൊ എങ്ങനെ പോയാലും ഇത് വലിച്ച വരുന്നത് ഒരു ഡേഞ്ചർ ആയതുകൊണ്ട് ഇപ്പൊ കൊച്ചു കുട്ടികളൊക്കെ കാറിലിരിക്കുമ്പോ അവർ ഈ ഗിയർ ലിവർ പിടിച്ച് വലിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ചാടുന്നത് കൊണ്ട് ആ ഒരു ഡേഞ്ചർ ഒഴിവാക്കാൻ ഹോണ്ട ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഒരു ലിവർ കൊടുത്തിരിക്കുന്നത്. ഈ ലിവർ വലിച്ചാൽ മാത്രമേ ഗിയർ ബാക്കോട്ട് വരികയുള്ളൂ. പക്ഷെ ഈ ലിവർ ഫുൾ ആവണം. ഇത് ഫുൾ ആവണമെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവണം. അതുകൊണ്ട് ആ ഒരു ഡേഞ്ചർ അവർ ഒഴിവാകുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെന്റും കാണാൻ സാധിക്കും. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ വയർലെസ് ചാർജിങ് അതിന്റെ ഒരു ബട്ടൺ ആണ് ഇവിടെ കാണുന്നത്. വയർലെസ് ചാർജിങ്ങിന്റെ ഒരു ബട്ടൺ. ഇവിടെ ഒരു 2 USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 12 വോൾട്ട് ചാർജിങ്ങും തന്നിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ഡിസൈൻസ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു വൈറ്റ് എലമെന്റ് കാണാം. ഒരു സിൽവർ എലമെന്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി ഇവിടെ വരെ എത്തുന്നുണ്ട്. ഇവിടെ നമ്മുടെ ടോപ്പിലും ഫൈബർ മെറ്റീരിയൽ ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് 6 എയർ ബാഗ് വരുന്നുണ്ട്. CVT ആയതുകൊണ്ട് നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സും ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഇതിന്റെ ട്രാക്ഷൻ കൺട്രോളും നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ വരുന്നത്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ചെയ്യാനും ബോണറ്റ് ഓപ്പൺ ചെയ്യാനുമുള്ള ഒരു 2 ലിവേഴ്സ് അവിടെ കാണാൻ സാധിക്കും. ഇതിങ്ങോട്ട് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. പിന്നെ ഡോറിന്റെ കൺട്രോൾസിലോട്ട് നോക്കുമ്പോൾ 4 വിൻഡോയുടെ കൺട്രോൾസ് ഇവിടെ വരുന്നുണ്ട്. വിൻഡോ ലോക്കിന്റെ ബട്ടൺ ഇവിടെയാണ് വരുന്നത്. അത് തിരിച്ചറിയാൻ, അതായത് വിൻഡോ ലോക്ക് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ലോക്ക് ആൻഡ് അൺലോക്ക് ആകെ തിരിഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടണാണിത്. ഇങ്ങനെ ഇവിടെ ആയിട്ട് ഇതിനെ മിററിന്റെ ആ ഒരു ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ബട്ടണാണ് ഇവിടെ. ഇത് മിറർ ഫോൾഡ് ചെയ്യുന്ന ബട്ടണാണ് ഇവിടെ ആയിട്ട് വരുന്നത്. പിന്നെ ഏത് മിററാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ. ഇങ്ങോട്ടാക്കിയ റൈറ്റിലത്തെ മിറർ, ഇങ്ങോട്ടാക്കിയ ലെഫ്റ്റിലത്തെ മിറർ, സെന്ററിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് ഒന്നും സെലക്റ്റഡ് അല്ല. അങ്ങനെ ഇവിടെ ആയിട്ടാണ് ഇതിന്റെ സ്റ്റാർട്ട് ബട്ടൺ വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഇതിന്റെ ഒരു മീറ്ററിലെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണാണ് ഇവിടെ വരുന്നത്. വണ്ടി സ്റ്റാർട്ട് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആയിട്ട് നമ്മുടെ ഹസാർഡിന്റെ ബട്ടൺ ആണ് വരുന്നത്. ഇവിടെ നോക്കിയതിന്റെ മിറേഴ്സ് കാണാം. അത്യാവശ്യം വെട്ടമുള്ള ലൈറ്റ് വന്നിട്ടുണ്ട്. മുമ്പത്തെ അമേസിൽ ഇങ്ങനെ ഒരു ലൈറ്റ് ഇല്ലായിരുന്നു. 2018 മോഡൽ അമേസിൽ ഇങ്ങനെ ഇവിടെ ലൈറ്റ് ഇല്ലായിരുന്നു. ഈ ഒരൊറ്റ ലൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റും കൂടി അവർ വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു സംഭവം താത്തിയിട്ട് ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. ഇതിന്റെ അകത്ത് നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ മുഖം നോക്കാൻ സാധിക്കും. ഇവിടെ നോക്കിയാൽ നമ്മൾ നേരത്തെ മിററിന്റെ അവിടെ കണ്ട ക്യാമറ ഓൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ ആണ്. ഇൻഡിക്കേറ്റർ ഇട്ടാലും ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവും. ഇത് പ്രസ് ചെയ്താലും ഓൺ ആവും. അങ്ങനെയാണ് അവിടെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വൈപ്പറിന്റെ കൺട്രോൾസ് കാണാൻ സാധിക്കും. ഇവിടെ ആയിട്ട് ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒട്ടുമിക്ക ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഇത് പതുക്കെ പൊക്കിയാൽ അകത്തേക്ക് കാണാൻ പറ്റും. അതേപോലെ നമ്മൾ തിരിച്ചടച്ചു വെക്കാൻ അറിയണമെന്നേ ഉള്ളൂ. പതുക്കെ ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതടഞ്ഞു.
പിന്നെ ഇവിടെ ആയിട്ട് നോക്കിയതിന്റെ ആംറസ്റ്റും കാണാം. അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. ഇതും ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. പിന്നെ ഇതിന് സീറ്റ് കവർ ഇട്ടിട്ടുണ്ട്. ഇതൊരു ഐവറി കളറാണ്. ഒറിജിനൽ സീറ്റ് ഈ ഒരു കളറിലാണ് ഒറിജിനൽ സീറ്റ് വരുന്നത്. ഇപ്പൊ സൈഡിലത്തെ എയർ ബാഗ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പണിങ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ സീറ്റ് കവർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചിലര് സീറ്റ് കവർ ഇടുമ്പോൾ അകത്തോട് പിയേഴ്സ് ചെയ്ത് അങ്ങോട്ട് സീറ്റ് കവർ ഇടും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എയർ ബാഗ് ഹോള് വീഴാനും എയർ ബാഗ് വർക്ക് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നോക്കി നല്ല സ്ഥലത്തുനിന്ന് എയർ ബാഗ് ഇടേണ്ടതാണ്. സ്റ്റിയറിംഗിലോട്ട് നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഹോൺ ഞാൻ കേൾപ്പിച്ചു തരാം. ആണ് ഹോൺ വരുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ കോൾ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനും പിന്നെ ഗൂഗിളിനെ മറ്റേ ഗൂഗിൾ അസിസ്റ്റന്റിനെ നമ്മൾ കോൾ ചെയ്യുന്ന ആ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മീറ്ററിലെ ഇൻഫർമേഷൻസ് നോക്കാനുള്ള കുറച്ച് ബട്ടൺസും ഇൻഫർടൈൻമെന്റിലെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും അങ്ങനത്തെ കുറച്ച് ബട്ടൺസ് ആണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ ബാക്ക് സീറ്റിലോട്ട് കയറുമ്പോഴും ഇവിടെയും നമ്മൾ മറ്റേ എയർ ബാഗ് ഓപ്പൺ ആവാനുള്ള ഒരു ഹോള് വിട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് കയറി ഇരിക്കുമ്പോൾ അത്യാവശ്യം നല്ല പോലെ കാല് നീട്ടി വെക്കാനുള്ള സ്ഥലം ഇവിടെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് ഇവിടെ വരുന്നുണ്ട്. കൂടാതെ നടുക്കിരിക്കുന്ന ആൾക്ക് ഹെഡ് റെസ്റ്റും അതേപോലെ ഇങ്ങനത്തെ സീറ്റ് ബെൽറ്റും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ ആ ഹാൻഡ് റെസ്റ്റിന് ഇപ്പൊ സീറ്റ് കവറിന്റെ കവർ ഉണ്ട്, അത് സിബ് വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ ആയിട്ട് നമുക്ക് പിടിക്കാനുള്ള ഹാൻഡില് ചില വണ്ടികളിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ ബൂം എന്ന് പോയി അടിക്കും. പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് പോയി തൊടുന്നത്. അവിടെ 4 വശത്തും ആ ഒരു ഹാൻഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഇതിന്റെ AC വെന്റ്സ് കാണാം. ബാക്കിൽ AC വെന്റ്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു 12 വോൾട്ട് ചാർജറും നമുക്ക് കാണാം. പിന്നെ ഇതിന് വേറൊരു ഫീച്ചർ ഉണ്ട്. നമ്മൾ വെയിലത്തെ വണ്ടി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല ചൂടായിരിക്കും വണ്ടി. അതിനു പകരം നമ്മൾ ദൂരത്തു നിന്ന് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ തണുക്കാനായിട്ട് നമ്മൾ എത്ര ടെമ്പറേച്ചർ ആണോ സെറ്റ് ചെയ്ത് അതേ ടെമ്പറേച്ചറിൽ തന്നെ AC ഓണാവും. വേറെ കാര്യങ്ങളൊന്നും ഓണാവാതെ എഞ്ചിനും ആ ACയും നമുക്ക് ഓണായി കിട്ടും. പിന്നെ നമ്മൾ വരുമ്പോൾ ഒരു തണുപ്പിലോട്ട് നമുക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫീച്ചർ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ ഒരു ലോക്ക് ബട്ടൺ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഹോൾഡ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ഈ ഒരു ബട്ടണിൽ ലോങ് പ്രസ് ചെയ്താൽ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടായി. അകത്തോട്ട് നോക്കിയാൽ ആരുമില്ല, വണ്ടി സ്റ്റാർട്ടാണ്. AC ഓണാണ്. നമ്മുടെ മീറ്ററിൽ 1-2 ഇൻഡിക്കേഷൻസ് നമുക്ക് കാണാം. അവിടെ ആയിട്ട് AC മാത്രം ഓണായി. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹോണ്ട അമേസിന്റെ വിശേഷങ്ങൾ. അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. സസ്പെൻഷനായാലും നല്ലതാണ്. പക്ഷെ ഇതിന് കൂടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫുൾ ഓർഡറായിട്ട് നമ്മൾ പോകുമ്പോൾ ഇതിന്റെ ബാക്കിലൊരു ഹുക്ക് ഉണ്ട്. ആ ഒരു ഹുക്ക് എന്തെങ്കിലും ഒരു കുഴിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് റോഡിൽ ചെന്ന് തട്ടുന്ന ഒരു പ്രശ്നമാണ് ഇതിനുള്ളത്. ബാക്കി ഒരു പ്രശ്നവുമില്ല. ഇതുവരെ അടി ഇടിച്ചിട്ടില്ല. നല്ല സസ്പെൻഷനും നല്ല ഒരു ഫീലിങ്ങും എല്ലാം തരുന്ന നല്ലൊരു കാറാണ്. ഇപ്പൊ വണ്ടിയുടെ കാര്യം പറയുവാണെങ്കിൽ നല്ലൊരു വണ്ടിയാണ്. നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടുന്ന നല്ലൊരു കാറാണ് ഈ ഒരു ഹോണ്ട അമേസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ. അപ്പം നെക്സ്റ്റ് ഒരു കാറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.